ഇന്നത്തെ യാത്ര കോടമഞ്ഞ് മൂടിയ കാട്ടുപാതയിലൂടെയാണ്. കൂറ്റൻ മരങ്ങൾക്ക് നടുവിൽ കൗതുകവും ദുരൂഹതയും ഉണർത്തുന്ന ഒരു പഴയ കൊട്ടാരത്തിലേക്ക്. നാലുകെട്ടും നീണ്ട ഇടനാഴികളും വലിയ മുറികളും തടിയിൽ തീർത്ത മച്ചും പഴയ പ്രതാപം ഉണർത്തുന്ന തറയോടും ഒക്കെയുള്ള കുട്ടിക്കാനത്തെ അമ്മച്ചി കൊട്ടാരത്തിലേക്ക്. 200-ൽ അധികം വർഷങ്ങൾ പഴക്കമുള്ള ഈ കൊട്ടാരം തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ വേനൽക്കാല വസതിയായിരുന്നു. 1800-ൻ്റെ ആദ്യ വർഷങ്ങളിൽ പണി കഴിപ്പിച്ച കൊട്ടാരം പുതുക്കിപ്പണിത് മോടി പിടിപ്പിച്ചത് തിരുവിതാംകൂറിൻ്റെ കിഴക്കൻ മലകളിൽ തോട്ട വ്യവസായത്തിന് തുടക്കം കുറിച്ച ജോൺ ഡാനിയൽ മൺറോ എന്ന JD മൺറോ ആയിരുന്നു. തിരുവിതാംകൂറിൽ തായ്വഴി ഭരണകാലത്ത് റാണി പദവി രാജാവിൻ്റെ സഹോദരിക്കായിരുന്നു. രാജാവിൻ്റെ പത്നിക്ക് അമ്മച്ചി പദവി. അങ്ങനെയാണ് രാജാവിൻ്റെ പത്നി താമസിച്ചിരുന്ന കൊട്ടാരത്തിന് അമ്മച്ചി കൊട്ടാരം എന്ന പേര് വന്നത്. 1924-31 കാലയളവിൽ റീജൻ്റായിരുന്ന റാണി സേതുലക്ഷ്മി ഭായ് തിരുവിതാംകൂറിൻ്റെ വേനൽക്കാല തലസ്ഥാനമായി ഉപയോഗിച്ചിരുന്നത് അമ്മച്ചി കൊട്ടാരമായിരുന്നു. രാജസഭകൾ കൂടുന്നതിന് ഉപയോഗിച്ചിരുന്ന വലിയ ദർബാർ ഹാൾ, മന്ത്രമണ്ഡപം, കുതിരാലയം, വലിയ മുറികൾ, ഭൂഗർഭപാതകൾ എന്നിവ കൊട്ടാരത്തിലുണ്ട്. പാചകശാലയുടെ പിന്നിലുള്ള ഭൂഗർഭപാതയിലൂടെ തുടക്കം ഇപ്പോൾ അടഞ്ഞ അവസ്ഥയിലാണുള്ളത്. ഇത് ചെന്നെത്തുന്നത് മൈലുകൾക്കകലെയുള്ള പീരുമേട് മേജർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര പരിസരത്താണ്. സ്വാതന്ത്ര്യാനന്തരം തിരുവിതാംകൂറിൻ്റെ വസ്തുവകകൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗം ആയിരുന്നു എങ്കിലും കാലങ്ങൾ പിന്നിട്ടപ്പോൾ ഈ കൊട്ടാരം ബംഗളൂരു ആസ്ഥാനമായിട്ടുള്ള ഏതോ ഒരു IT കമ്പനിയുടെ ഉടമസ്ഥതയിലായി. മരങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന 25 ഏക്കറിന് നടുവിൽ എവിടെയോ ഒരു നിഗൂഢത ഒളിഞ്ഞിരിക്കും പോലെയുള്ള ഈ കൊട്ടാരം ചെറിയ മഴയും കോടമഞ്ഞും ഉള്ള ദിവസങ്ങളിൽ കാഴ്ചക്കാരിൽ ചിത്രകഥയിലെ ഭൂതത്താൻ കോട്ടയെ അനുസ്മരിപ്പിക്കുന്നു. കൊട്ടാരത്തിൻ്റെ നോട്ടക്കാരനായ ധർമ്മലിംഗം എന്ന വ്യക്തി കഴിഞ്ഞ 50-ലേറെ വർഷമായി ഇവിടെയുണ്ട്. അദ്ദേഹമാണ് സഞ്ചാരികളെ ഉള്ളിൽ പ്രവേശിപ്പിക്കുന്നതും കൊട്ടാരത്തെപ്പറ്റി സഞ്ചാരികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതും. ഒട്ടേറെ സിനിമകൾക്ക് കൊട്ടാരം ലൊക്കേഷൻ ആയിട്ടുണ്ടെങ്കിലും ഫഹദ് ഫാസിൽ നായകനായി അഭിനയിച്ച കാർബൺ, പൃഥ്വിരാജ് സംവിധാനം ചെയ്ത് മോഹൻലാൽ അഭിനയിച്ച ചിത്രം ലൂസിഫർ തുടങ്ങിയവയുടെ ചിത്രീകരണത്തിന് ശേഷമാണ് കൊട്ടാരത്തിലേക്ക് സഞ്ചാരികൾ കൂടുതലായി എത്തിത്തുടങ്ങിയത്. കേരളീയ വാസ്തുശില്പ ശൈലിയിൽ പണിതിരിക്കുന്ന കൊട്ടാരത്തിൻ്റെ അകത്തളങ്ങളിൽ വിദേശ നിർമ്മിതിയുടെ മുഖച്ഛായ നൽകിയിട്ടുണ്ട്. വിദേശ നിർമ്മിത വിളക്കുകൾ, ബാത്റൂം ഉൽപ്പന്നങ്ങൾ, ടൈലുകൾ തുടങ്ങി അക്കാലത്ത് ലഭ്യമായിട്ടുള്ള മുന്തിയ സാമഗ്രികൾ എല്ലാം കൊട്ടാരത്തിൻ്റെ നിർമ്മിതിക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. നാശത്തിൻ്റെ വക്കിലെത്തിയിരിക്കുന്ന ഈ ചരിത്ര സ്മാരകം സംരക്ഷിക്കുന്നതിന് ഇതിൻ്റെ ഉടമകളോ സർക്കാരോ മുന്നോട്ട് വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.